ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ കൂൾ മമ്മ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരു മടിയന്മാർക്കുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് നിങ്ങൾക്ക് ദോശ ചുട്ട് മടുത്തുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. കുഞ്ഞ് ചീനച്ചട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഇത് പഴയ കാലത്തെയാണ്. അപ്പോൾ അതിൽ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് നന്നായി സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എത്ര ദോശ നമ്മൾ കഴിക്കുമോ, അതായത് ഇപ്പോൾ 2 ദോശ കഴിക്കണമെങ്കിൽ 2 കയ്യിൽ മാവ്, 3 ദോശയാണെങ്കിൽ 3 കയ്യിൽ മാവ്, 4 വരെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അതിൽ മാവ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ആ എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നില്ലേ, ആ സമയത്ത് നമ്മൾ ഒരു ചെറിയ അടപ്പ് കൊണ്ട് അതിനെ അടച്ചു വെക്കണം. തീ എപ്പോഴും നമ്മൾ ഒന്നുകിൽ സിം അല്ലെങ്കിൽ മീഡിയം, ഹൈയിൽ വെക്കരുത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു സൈഡ് നന്നായി ആയിട്ടുണ്ട്, മറ്റേ സൈഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മളത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും അടച്ചു വയ്ക്കുക. ഓക്കെ, അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് അതേപോലെ 2 മിനിറ്റും കൂടെ ആയി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് റോസ്റ്റ് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് ആക്കി വെച്ച് ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയും കഴിക്കാം, റോസ്റ്റ് ആവാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലാത്ത രീതിയിലും കഴിക്കാൻ. കണ്ട ഇപ്പോൾ ഒരു സൈഡ് കണ്ടില്ലേ, നല്ല റോസ്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അടാറ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതാണ് കൂടുതൽ കഴിക്കാം. നമുക്ക് തേങ്ങാ ചട്നിയോ സാമ്പാറോ എന്തുണ്ടെങ്കിലും കഴിക്കാൻ പറ്റും. കണ്ടില്ലേ, ഒരു ഒറ്റ എളുപ്പപ്പണി കൊണ്ട് നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള ദോശ കിട്ടി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ്, ബൈ.